നല്ല നാടൻ കോഴിക്കറി ഉണ്ടാക്കുന്ന വിധം അതിന് വേണ്ട ചേരുവകളും. നാടൻ കോഴിക്കറി തയ്യാറാക്കുന്ന വിധം. കോഴിക്കറിക്ക് ആവശ്യമായ നാടൻ കോഴി കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഇനി കുക്കറിൽ കയറ്റി നന്നായി വേവിക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇത് വാരിയിടാം. ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം മതി. നമുക്ക് ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ടാണ് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നത്. ശേഷം ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കുക. അതിനുശേഷം കുക്കർ നന്നായി അടച്ചതിന് ശേഷം നമുക്ക് നന്നായി വേവിക്കാം. ആദ്യം നമുക്ക് നാടൻ കോഴിക്കറി എങ്ങനെ തയ്യാറാക്കുന്നതായിട്ട് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാത്രം എടുക്കാം. ഇതാണ് ആ പാത്രം നമ്മൾ അടപ്പിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് തീ അണക്കാം. പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. നന്നായി പറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കേരയുടെ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. അതാകുമ്പം നാടൻ കോഴിക്കറിക്ക് ഒരു പ്രത്യേക സുഗന്ധമൊക്കെ ലഭിക്കുന്നതായിരിക്കും. വളരെ നല്ല ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി കഴിഞ്ഞ് ഇനി അല്പം തേങ്ങ ആഡ് ചെയ്യുക. അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന കുറച്ച് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അല്പം കുറച്ച് വയ്ക്കാം. അതിലേക്ക് ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം കൊച്ചുള്ളി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക.
ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. സവാള ആഡ് ചെയ്തതിനു ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായി ഇളക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ വളരെ വേഗം ഉള്ളി വാടി കിട്ടുന്നതായിരിക്കും. മസാലയ്ക്കായ ആവശ്യമായ ഉള്ളി വളരെ വേഗം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ വളരെ വേഗം വാടി കിട്ടുന്നതായിരിക്കും. അത് ഇവിടെ ചെയ്യുന്ന ജോലി ഏതായാലും അത് വളരെ വേഗം ചെയ്യാൻ ഇങ്ങനെ ചെറിയ വിദ്യകൾ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. ഉള്ളിയെല്ലാം ഒരുവിധം വാടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നന്നായി ആടി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി ഒരുവിധം വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ വളരെ വേഗം മസാല അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഒരുവിധം വാടിയ കൊണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി ചേർക്കുക. തക്കാളി നന്നായി വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. അതിലേക്ക് ഇനി ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പെരുംജീരകപ്പൊടി ചേർക്കാം. ഒരു 1/2 സ്പൂൺ ഗരം മസാല ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക. നന്നായി ഇളക്കി മസാലയുടെ പച്ചപ്പ് വിടുന്ന വരെ നന്നായി ഇളക്കുക. അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നാടൻ കോഴി അടുത്തതായി ചേർക്കാം. ഇതാണ് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നാടൻ കോഴി. ഏകദേശം വെന്തിട്ടുണ്ട്. നാടൻ കോഴി നമ്മൾ ആഡ് ചെയ്യുകയാണ്. നന്നായി ഇളക്കി മസാല കോഴിയിൽ പിടിപ്പിക്കുക.
കുറച്ചുകൂടി വെള്ളം നമുക്ക് ആവശ്യമുള്ളതിന് കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോഴിക്കറിയിലേക്ക് ആഡ് ചെയ്യാനുള്ള വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറി ഏകദേശം തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ആഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1.5 തേങ്ങയുടെ പാലുണ്ട്. നമ്മളൊരു പാല് മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. കുറച്ച് തീ കൂട്ടി വെക്കുക. ഇപ്പോൾ കറി ഏകദേശം തള വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ച് എടുക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ തയ്യാർ ചെയ്ത നാടൻ കോഴിക്കറി. ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിന്ന് തയ്യാറാക്കിയ നാടൻ കോഴിക്കറി എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ പരീക്ഷിച്ച് നോക്കുക. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ നാടൻ കോഴിക്കറി.